السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا. قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي. مولاي صل وسلم. آل النبي ذريعتي وهم إليه وسيلتي. أرجو غدا أعطى بهم بيد اليمين صحيفتي. مولاي صل وسلم
سلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഈ നാട്ടിലെ കാരണവന്മാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറില. അതുപോലെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ നമ്മുടെ ഈ നാട്ടിലുള്ള സുന്ദരമായ പള്ളി ഇവിടെ വരാൻ ഏറ്റവും വലിയ കാരണക്കാരനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ധാരാളം മഹാരഥന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയാൻ, അത് കേൾക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നാം എല്ലാവരും. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഹബീബായ തങ്ങളുടെ ധാരാളം മദ്ഹുകൾ പറയപ്പെട്ടു. ഇനി സുദീർഘമായി ഒരു പ്രഭാഷണം നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് ലോകത്ത് ആരൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അവസാനം അടിയറവ് പറഞ്ഞ് നിർത്തിയവരാണ്. അഥവാ ഹബീബായ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ പൊന്നമ്പിളി മാനത്ത് ഉദിച്ചതു മുതൽ ഈമാനുള്ള ഖൽബിന്റെ ഉടമകളെല്ലാവരും വലിയ സന്തോഷത്തില്, വലിയ ആഹ്ലാദത്തില്, മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ മുഅ്മിനന്മാർ വല്ലാതെ സന്തോഷിക്കുന്ന വേളയിലാണ്. ആ ഒരു മാസത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന രൂപത്തിൽ ഈ ലോകത്തേക്ക് അല്ലാഹു തആല തന്ന മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന് ധാരാളം പ്രത്യേകതകൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നത് കാണാം. ഹബീബായ തങ്ങൾ പറയുന്നു, അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ എപ്പോഴുമുള്ള നേതാവ് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ്, നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദം സന്തതികളായ ആളുകൾക്ക് ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അവലംബിക്കപ്പെടാൻ പറ്റിയ ആളാണ് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തേക്ക് ജനിക്കേണ്ടിയിരുന്നത് മാസങ്ങളുടെ നേതാവായ റമളാൻ മാസത്തിൽ അല്ലായിരുന്നു. അതുപോലെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തേക്ക് ഭൂജാതരാവേണ്ടിയിരുന്നത് ദിവസങ്ങളുടെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസമല്ലായിരുന്നോ വേണ്ടത്. അതുപോലെ ഹബീബായ തങ്ങൾ നാം എല്ലാവരും 5 വഖത്ത് നിസ്കാരം നിർവഹിച്ച് നാഥനായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ദുആ ആണ്, അല്ലാഹുവേ ഞങ്ങളെ നീ വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ മരിപ്പിച്ചു തരണേ അല്ലാഹ്. എന്നാൽ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് വെള്ളിയാഴ്ച ദിവസം അല്ല, വെള്ളിയാഴ്ച പകലിലുമല്ല രാത്രിയിലുമല്ല റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായത്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് മാസങ്ങളുടെ നേതാവായ റമളാനിൽ ജനിക്കാതെ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയിൽ ജനിക്കാതെ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസം അതുപോലെ തിങ്കളാഴ്ച ദിവസം ഹബീബായ തങ്ങൾ ജനിക്കാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം. ഒരു വർഷം 12 മാസങ്ങൾ, ആ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽപ്പെട്ട 4 മാസങ്ങൾക്ക് അല്ലാഹു തആല വലിയ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 മാസങ്ങളുടെ കൂട്ടത്തിലും റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല. 4 മാസങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രത്യേകതകൾ നൽകപ്പെട്ടതായ ആ മാസങ്ങളിൽ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ പെടാതെ അതുപോലെ മാസങ്ങളുടെ നേതാവായ റമളാൻ മാസത്തിൽ റസൂലുള്ള ജനിക്കാതെ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയിൽ ജനിക്കാതെ മറ്റൊരു മാസവും മറ്റൊരു ദിവസവും ആയത്? പണ്ഡിതന്മാർ ഈ വിഷയം ഗഹനമായി ചർച്ച ചെയ്യുന്നത് കാണാം. ധാരാളം മറുപടികൾ ഈ വിഷയ സംബന്ധിയായി പറഞ്ഞ കൂട്ടത്തിൽ മഹാരഥന്മാര് പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു, റമളാനിൽ ജനിച്ചില്ല. കാരണം റമളാൻ എന്ന് പറയുന്ന മാസത്തിന് ധാരാളം പ്രത്യേകതകൾ പറയാനുണ്ട്. റമളാൻ മാസത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. അതുപോലെ റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാവുണ്ട്. അതുപോലെ റമളാൻ മാസത്തിലാണ് ബദർ യുദ്ധം എന്ന് പറയുന്ന ധീരമായ സമരം നടന്നത്. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ റമളാൻ മാസത്തിൽ പറയാനുണ്ട്. ആ റമളാനിലായിരുന്നു ഹബീബായ തങ്ങൾ ജനിച്ചതെങ്കിൽ
ധാരാളം പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകത ഹബീബായ തങ്ങൾ ജനിച്ചു എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എന്നാൽ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്ന മാസത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടി അവിടെ പറയാനുള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഈ ഭൂലോകത്തേക്ക് ജനനം കൊണ്ട മാസമാണ്. വേറെ ഒരു പ്രത്യേകതയുമല്ല. ഹബീബായ തങ്ങൾ ജനിച്ച മാസമാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ച ദിവസത്തിനും ധാരാളം പ്രത്യേകതകളുണ്ട്. എന്നാൽ തിങ്കളാഴ്ച ദിവസം ഇത്രയേറെ പ്രത്യേകതയുള്ള ദിവസമാവാനുള്ള കാരണം ഒരേ ഒരു കാരണം. ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചല്ലോ, നബി അങ്ങ് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാനുള്ള കാരണമെന്താണ്? അവിടുന്ന് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാനുള്ള കാരണമായിട്ട് സ്വഹാബത്തിനോട് പഠിപ്പിച്ചു, ഫീഹി വുലിതു, ആ തിങ്കളാഴ്ച ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അഥവാ ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു മാസം, ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു ദിവസം, ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു സ്ഥലം, ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു സമയം, എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി നൽകുകയാണ്. എല്ലാം റസൂലുള്ളാഹിക്ക് പ്രത്യേകമാണ്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ സ്നേഹിക്കാതെ, ആ ഹബീബായ തങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ഇഷ്ടില്ലാതെ നാം നിസ്കരിച്ചതുകൊണ്ടോ നോമ്പെടുത്തതുകൊണ്ടോ ഏത് അമല് ചെയ്താലും നാളെ ശാശ്വതമായ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ ഏത് മേഖലയിൽ നാം ബന്ധപ്പെടുകയാണെങ്കിലും ആ മേഖലയെല്ലാം വിജയിപ്പിച്ചെടുക്കുക എന്നത് ഒരു മനുഷ്യന്റെ ലക്ഷ്യമാണ്. ഒരാൾ വലിയൊരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ് തുടങ്ങുന്നവന്റെ ലക്ഷ്യം ആ ബിസിനസ് ഏതെങ്കിലും വഴിയിലൂടെ വിജയിപ്പിച്ചെടുക്കുക, നല്ല ലാഭകരമാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ കുടുംബജീവിതം നയിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം രാപ്പകൽ ഭേദമന്യേ അധ്വാനിച്ച് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് അവന്റെ കുടുംബ ബന്ധം അല്ലെങ്കിൽ കുടുംബജീവിതം വിജയകരമാക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. വിദ്യാർത്ഥികൾ ധാരാളം പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം ആ പരീക്ഷകളിലൊക്കെ വിജയിച്ചു കിട്ടുക എന്നുള്ളതാണ്. അഥവാ ഒരു മനുഷ്യൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുക എന്നുള്ളത് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ഒരു വിജയവും അവന് ലഭിക്കുകയില്ല. എന്തേ കാരണം? ഹബീബായ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വഹാബത്ത് പള്ളിയിൽ വെച്ച് കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മദ്ഹുകൾ ഇങ്ങനെ പറയുകയാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മൗലിദ് പാരായണം നടത്തുകയാണ്. ആ സ്വഹാബത്തിന്റെ സന്നിധിയിലേക്കാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് കടന്നു ചെല്ലുന്നത്. സ്വഹാബത്ത് എല്ലാവരും വലിയ ആവേശത്തോടെ ഇങ്ങനെ പറയുകയാണ്, മൂസ കലീമുല്ലാഹ്, ഈസാ റൂഹുല്ലാഹ്, ഇബ്രാഹീം ഖലീലുല്ലാഹ്. ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മദ്ഹുകൾ ഇങ്ങനെ പറയുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് കേൾക്കുന്നു. അവിടുന്ന് മജ്ലിസിലേക്ക് അങ്ങ് കടന്നു ചെല്ലുന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, അല്ലയോ സ്വഹാബാ, ഇന്നി സമഅതു കലാമകും വഅജബകും, നിങ്ങളുടെ സംസാരം മുഴുവനും ഞാൻ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? അതുപോലെ വഅജബകും, നിങ്ങൾ അത്ഭുതം കൊള്ളുന്നതും ഞാൻ നന്നായി കണ്ടിട്ടുണ്ട്, ശ്രവിച്ചിട്ടുണ്ടോ? എന്നാൽ സ്വഹാബാ, നിങ്ങൾ മുൻകഴിഞ്ഞ
കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞ മദ്ഹുകൾ അതെല്ലാം ശരി തന്നെ. മൂസാ നബി കലീമുള്ളയാ, ഈസാ നബി റൂഹുള്ളയാ, ഇബ്രാഹിം നബി ഖലീല. എന്നാൽ അലാ വഅന ഹബീബുല്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, ആ സ്വഹാബാ, മൂസാ നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഈസാ നബിയെ കുറിച്ചും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഇബ്രാഹിം നബിയെ നിങ്ങൾ അനുസ്മരിച്ചതും ശരി തന്നെയാണ്. എന്നാൽ സ്വഹാബാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അലാ വഅന ഹബീബുല്ലാഹ്, നിങ്ങളുടെ മുന്നിലുള്ള ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയുമോ? അന ഹബീബുല്ലാഹ് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ആരാ അല്ലാഹുവിന്റെ ഹബീബോ? ഒരു മനുഷ്യൻ എപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബാകുന്നതോ? ഹബീബ് എന്ന് ആരെയാ പറയുന്നതോ? പണ്ഡിതന്മാര് പറയുന്നത് കാണാം. മുല്ല അലിയുൽ ഖാരി പോലെയുള്ള പണ്ഡിതന്മാര് പറയുന്നു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബാവണോ, ഒരാളെ കുറിച്ച് ഹബീബ് എന്ന് പറയണോ, എന്താണ് ആ ആൾക്കുണ്ടാകേണ്ട യോഗ്യതയെന്നറിയുമോ? അല്ലാഹു തആല ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലോ റസൂലുള്ളാഹിന്റെ ഇഷ്ടം പരിഗണിക്കുന്നു. അല്ലാഹു തആല എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലോ അതേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുകയാണ്. അങ്ങനെ ഇഷ്ടം പരിഗണിക്കുന്ന ആളെ കുറിച്ചാണോ ഹബീബ് എന്ന് പറയുക? മഹാനായ മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ കിതാബിലൂടെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഇഷ്ടം പരിഗണിച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധമായ ഖുർആനിൽ കാണുന്നത്. എന്താണ് പരിശുദ്ധമായ ഖുർആനിലുള്ളതെന്നറിയുമോ? വലഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. അതേ റസൂലുള്ളാഹിന്റെ ഇഷ്ടം അല്ലാഹു പരിഗണിക്കുന്ന ആയത്താണ്. എന്താണ് വിഷയമെന്നറിയുമോ? ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടമാണ്. ഹബീബായ തങ്ങളെ മക്കയിൽ നിന്ന് ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തുന്നു. നാഥനായ ജഗനിയന്താവായ അല്ലാഹുവിനെ കണ്ടുവരുന്ന യാത്രയാണ്. അല്ലാഹു തആല 5 വക്ത് നിസ്കാരം സമ്മാനമായി നൽകുന്നു. ആ 5 വക്ത് നിസ്കാരം മക്കയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളങ്ങ് ആരംഭിച്ചപ്പോ അതേ നിസ്കാരത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത് ഖിബില. ആ ഖിബില കഅബാലയം കൊള്ളയാണ്. ഇന്ന് നമ്മളെല്ലാവരും നിസ്കരിക്കുന്നത് പോലെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിലും നിസ്കരിച്ചത്. എന്നാൽ മക്കയിലുള്ള ജനങ്ങളുടെ അക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ ഹബീബായ തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ആ മദീനയിൽ റസൂലുള്ള എത്തിയപ്പോ അവിടുന്ന് അല്ലാഹുവിന്റെ ഓർഡറിങ് വരുന്നു. എന്താണ് അല്ലാഹുവിന്റെ ഓർഡർ എന്നറിയുമോ? നബിയേ, നിങ്ങൾ ഇന്നേവരെ നിസ്കാരത്തിൽ കഅബാലയം കൊള്ളയാണല്ലോ തിരിഞ്ഞതോ, എന്നാൽ ഇനി മദീനയിൽ വെച്ച് നിസ്കരിക്കുമ്പോ